നമസ്കാരം കൂട്ടുകാരെ, വീട്ടുമുറ്റം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു മുഴുവൻ ദിവസത്തെ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. രാവിലെ എഴുന്നേറ്റ ശേഷം പതിവ് പോലെ ഫ്രണ്ടിലെയും ബാക്കിലെയും വാതിലെല്ലാം തുറന്നു. കുറച്ച് നേരം ഫ്രണ്ടിൽ നോക്കി നിന്നതിന് ശേഷം ബാക്ക് വശം വന്ന് വാതിൽ തുറക്കുകയാണ് ചെയ്തത്. കാരണം രാവിലെ ഇന്ന് മഴയൊന്നും അങ്ങനെ കാണുന്നില്ല, നല്ലൊരു ചോർച്ചയെല്ലാം കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് പുറത്തേക്ക് കുറേ ക്ലീനിങ് എല്ലാം പരിപാടി നടത്തണം. പക്ഷെ ആദ്യം ഞാൻ രാവിലെ അകത്തെ പരിപാടികളെല്ലാം ഉച്ചയ്ക്കുള്ള ലഞ്ചെല്ലാം ആക്കിയതിന് ശേഷമേ പുറത്തേക്ക് ചെയ്യും. കാരണം എല്ലാം കഴിഞ്ഞ് പുറത്തെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അകത്ത് കയറി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണം പിടിക്കുകയെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ എണീച്ചിട്ട് അടുക്കളയിലെ പണികളെല്ലാം തീർക്കുന്നത്. ഇന്നലെ ഉറങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചു, കാരണം നാളെ രാവിലെ 5 മണിക്ക് എണീച്ച് ഇതെല്ലാം ചെയ്ത് തീർക്കണമെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ എണീച്ചതിന് ശേഷം ചിന്തിക്കുമ്പോൾ അത്രയും സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ കരുതും പോകുന്ന സമയം അറിയില്ല, പിന്നെ ടൈം നോക്കുമ്പോൾ ഇത്രയും സമയം വേസ്റ്റായി എന്ന് മനസ്സിലാവും. രാവിലെ എണീച്ച് ഞാനൊരു ചായയെല്ലാം വെച്ചതിന് ശേഷം അടുപ്പിലെല്ലാം തീ കത്തിച്ച് ചോറ് വേഗം വെള്ളം വെക്കാമെന്ന് കരുതി. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ദോശയാക്കാമെന്ന് കരുതി. രാവിലെ അരച്ച് ചുടുന്ന ദോശയാണ് ചുടുന്നത്. പച്ചരിയും തേങ്ങയും ചോറും കൂട്ടി അരച്ചിട്ട് ചൂടാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചട്നിക്കറി മാത്രം ആക്കാമെന്നാണ് കരുതിയത്. മീനൊന്നും കിട്ടിയിട്ടില്ല. പച്ചക്കറികൾ ആദ്യം ആക്കിയതിന് ശേഷം നേരെല്ലാം വെളുത്ത് കുറച്ച് കഴിഞ്ഞാൽ മീൻ വാങ്ങി കൊണ്ടുവന്നിട്ട് മീനാക്കാമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് രാവിലെ ഞാൻ മാത്രം എണീച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ചായ മാത്രം വെച്ച് കുടിച്ചതിന് ശേഷമാണ് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് കരുതുന്നത്. കാരണം ആരും എണീച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് പുറത്താണ് ഗ്യാസും പിന്നെ ചിരവിയെല്ലാം ഉള്ളത്. അങ്ങനെ പുറത്തുനിന്ന് തേങ്ങയെല്ലാം ചിരവി വന്നിട്ട് വേണം അടുത്തത് ചെയ്തത്. പിന്നെ നമുക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു 5:30 കഴിഞ്ഞ് 5 മണിക്ക് എണീച്ചിട്ട് ഇത്രയും ആകുമ്പോഴത്തേക്കിന് അത്ര വേഗം ടൈം കഴിഞ്ഞ് പുറത്ത് നല്ല വെളിച്ചമെല്ലാം വന്നു. പിന്നെ ഞാൻ കുറച്ച് അരിയെല്ലാം വറുത്തിട്ട് ഉണ്ടയാക്കുന്നുണ്ട്. കാരണം മോന് ഇന്ന് ലീവായതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, അതിന് അപ്പം വേണമെന്ന് പറയും. അന്നേരം അരി ഉണ്ടയാക്കി വെച്ചാൽ വേറെ കുഴപ്പമില്ല, നല്ല നമ്മൾ മായം ചേർക്കാത്ത സാധാരണ ഭക്ഷണമാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് അവിടെ ആക്കി വെക്കും. പിന്നെ പുറത്ത് പോയി തേങ്ങയെല്ലാം ഒരിക്കാമെന്ന് കരുതി 2 കറിക്കെല്ലാം വേണ്ടിയിട്ട്. ഈ കാണുന്നതെല്ലാം ഇപ്പോൾ നമ്മൾ കൊപ്പര ആക്കിയതിന് ശേഷമുള്ള ചേരികളെല്ലാം ചാക്കിലാക്കി വെക്കുക ചെയ്തത്. നമ്മൾ പുറത്തേക്കൊന്നും കൊടുക്കുകയൊന്നുമില്ല, നമ്മളെ ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ എനിക്ക് കുറച്ച് കോഴിയെല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കോഴികൾക്കെല്ലാം എന്തോ അസുഖം വന്നിട്ട് അങ്ങനെ 3 നാൾ ചത്തിട്ടുണ്ട്. അതങ്ങനെ നോക്കി എനിക്ക് എന്തോ ഒരു വിഷമം പോലെ ആയി. കൂടെ നോക്കുമ്പോൾ മുട്ടയിടാൻ തുടങ്ങിയതായിരുന്നു. അങ്ങനെ എല്ലാവരും എണീച്ച് നമ്മളെല്ലാവരും ഇരുന്ന് ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഇനി അടിച്ച് വാരി തുടച്ചിട്ട് വേണം എനിക്ക് പുറത്ത് പോയിട്ട് ലക്കീനെല്ലാം കുളിപ്പിക്കുകയെല്ലാം ചെയ്യാം. ഇത് അടിച്ച് വാരുന്ന നല്ല ചൂല് പോലത്തെ നല്ലൊരു ബ്രഷാണ്. നല്ലോണം നമ്മൾ തലമുടിയെല്ലാം നല്ലോണം ഇതിൽ പറ്റി നിൽക്കുന്നുണ്ട്. നമ്മൾ ചൂല് കൊണ്ട് അടിച്ച് വരും പാറിപ്പോകുന്ന പോലെയല്ല, ഈ ഇതിലേക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക ചെയ്തത്. നല്ല തന്നെ. അങ്ങനെ ഞാൻ ലക്കീനെ ഭാഗത്തെ തുടയ്ക്കലും അടിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്കീനെ മഴയായതുകൊണ്ട് 3-4 ദിവസമായി കുളിപ്പിക്കാത്തത്. അതുകൊണ്ട് അതിൻ്റെ ഓയിലെല്ലാം പുരട്ടിയിട്ടിട്ട് അതിനെ പുറത്തേക്ക് വിട്ടതിന് ശേഷം ഞാൻ കരുതി മിറ്റെല്ലാം അടിക്കാമെന്ന്. അപ്പോഴത്തേക്ക് ലക്കീൻ്റെ 1ഉം 2ഉം പരിപാടിയെല്ലാം കഴിഞ്ഞ് വരും. ഈ ഓയിലിട്ടതിന് ശേഷം അതിൻ്റെ ഓട്ടാണ് കാറിനടിയിലെങ്ങാൻ പോയി നിൽക്കാൻ, കുളിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാറിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഹെയർ ഡ്രയർ കൊണ്ടൊന്നും നമ്മൾ ഉണക്കലില്ല, നല്ലോണം ഉണക്കി തുടച്ചതിന് ശേഷം പുറത്തെ ഫാനിൻ്റെ അടിയിൽ വെക്കുക ചെയ്യൽ. ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ താരം വരുന്നത് കൊണ്ട് അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് 1.5 മണിക്കൂറും വിശ്രമിച്ചതിന് ശേഷം ബാക്കി അടുത്ത പണിയിലേക്ക് കയറി. നമ്മൾ ഹരിതകർമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കെല്ലാം മീനിൻ്റെ പ്ലാസ്റ്റിക് കവർ കഴുകി ഉണക്കണം. അതുകൊണ്ട് അങ്ങ് കഴുകുന്നത് കയ്യോടെ തന്നെ. പിന്നെ ചൂരയും മുള്ളനാണ് കിട്ടിയത്. മുള്ള മുറിക്കണം, ചൂര മുറിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ചൂര പൊരിക്കുക, മുള്ള കറി വെക്കാമെന്നാണ് കരുതിയത്. മോൾക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇലയിൽ എല്ലാവർക്കും തിന്നാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന്. പിന്നെ പൊതിച്ചോറിന് ചമ്മന്തി അങ്ങനെയെല്ലാം ആക്കണമല്ലോ, എനിക്ക് കഴിയുന്നില്ല. നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കും പല പരിപാടിയുണ്ട്. പക്ഷെ ഇത്രയും ടൈം ഞാൻ വിചാരിച്ച പണികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇടയ്ക്കിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് മഴ പെയ്തത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ തുണിയെല്ലാം അറിയിടാനുള്ള മക്കളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ മീനെല്ലാം മുറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മീൻ ഞാൻ പൊരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, പുളി, ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം മീൻ പെരക്കി വെച്ചിട്ടാണ് പൊരിക്കുന്നത്. കുറേ ടൈം നമ്മളത് നല്ലോണം പെരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാനിത് വേഗം തന്നെ ചെയ്തു. പിന്നെ വാഷ് ബേസിൽ മീനെല്ലാം മുറിച്ചത് കൊണ്ട് കുറച്ച് സോപ്പെല്ലാം ഇട്ട് കഴുകി നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം അവിടെ നിന്ന് പോയിട്ട് ബാക്കിയുള്ള പരിപാടി എടുക്കുക ചെയ്തത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഇരുന്ന് ഒപ്പരം ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.